ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചുരിദാർ തയ്ക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഫുൾ സെറ്റ് മെറ്റീരിയലിൽ നിന്നുള്ള ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാൻറ്റ്, ടോപ്പ്, ഷാളുള്ള ഫുൾ സെറ്റ് മെറ്റീരിയലിൽ നിന്നുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് 2 മീറ്റർ നീളമാണ് ഉള്ളത് വന്നിട്ടുള്ളത്. തടം വന്നിട്ട് 43 ഇഞ്ച് തടം ഉണ്ട് കേട്ടോ. നീളം ഇറക്കം വന്നിട്ട് നമുക്ക് 2 മീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് തടം വന്നിട്ട് 43 ഇഞ്ച് തടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് നമ്മളതിൽ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ തുണി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ ചുരിദാർ തയ്ക്കുക. ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് വൺ സൈഡിലേക്ക് ഒരു കര വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് താഴത്തെ ഭാഗത്തേക്ക് വരണം. അപ്പോൾ ആ രീതിക്ക് നമുക്കിത് തുണി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 1 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ തയ്ക്കാമെന്ന് വെച്ചുള്ള രീതിയിലാണെങ്കിൽ കാണിച്ചു തരാം. അതായത് നമ്മൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ 2, 3, 4 ജോഡി ഡ്രസ്സ് തയ്ക്കാൻ തരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓരോ പ്രാവശ്യം അളവെടുത്ത് തയ്ക്കേണ്ടതില്ല. ഓരോ മെറ്റീരിയലിനനുസരിച്ചും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താമെന്നുള്ളതല്ലാണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം അളവെടുക്കണമെങ്കിൽ നമ്മുടെ സമയം വളരെയധികം നഷ്ടമായി മാറും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ വ്യക്തിക്ക് വേണ്ടി ആദ്യം നമ്മൾ പാറ്റേൺ വരച്ചത് എടുത്ത് വെച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നെക്ക് ഡിസൈൻസ് ഒക്കെ ഓരോ പ്രാവശ്യം മാറ്റാം. അതുപോലെ സ്ലീവിലിട്ടുള്ള ഡിസൈൻസും നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ മെയിൻ ആയിട്ടുള്ള അളവുകൾ ഇതുപോലെ ഒന്ന് പാറ്റേൺ വെച്ച് വരച്ചാൽ മതി. അതായത് ഇതുപോലെ പെട്ടെന്ന് നമ്മൾ ഒന്ന് പാറ്റേൺ വെച്ച് വരയ്ക്കുക. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് നമ്മൾക്ക് തുണി ഒരു പ്രാവശ്യം ഉപയോഗിച്ച ശേഷം ഡ്രസ്സ് ഇട്ട ശേഷം അവർക്ക് അലക്കിയെടുക്കുമ്പോൾ ഒന്ന് ചുരുങ്ങുക എന്നത് ആ തുണിയുടെ ആ ഒരു ഇതുണ്ടല്ലോ. അതായത് ഡ്രസ്സ് പെട്ടെന്ന് ചുരുങ്ങി പോകുന്നതാണ് കോട്ടൺ മെറ്റീരിയൽസൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലൂസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അതങ്ങനെ ചുരുങ്ങാത്ത പോലത്തെ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്ട്രാ ലൂസ് ഇട്ട് കൊടുക്കേണ്ട. ചിലപ്പോൾ അത് ചുരുങ്ങിയേക്കാം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു 1/2 ഇഞ്ചസ് നമ്മൾ ആ ഭാഗത്ത്, അതായത് ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗത്ത് വരുന്ന സ്ഥലത്തും ഷേപ്പിൻ്റെ ഭാഗത്തേക്കും നമ്മൾ ഒന്ന് ചെറുതായിട്ട്, അതുപോലെ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു ലേശം ഒന്ന് വരുന്ന രീതിയിൽ നമ്മളത് ചെറിയൊരു ലൂസ് ഇട്ട് കൊടുക്കണം. ആ റേഞ്ച് ലൂസാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്. അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും അടുത്ത ഭാഗം ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ ഇതന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യും. ഇതേപോലെ തന്നെ അതുപോലെ ഓരോ നോച്ചസ് കൊടുക്കണം. ചെസ്റ്റിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗത്ത്, ഹിപ്പിൻ്റെ ഭാഗത്ത്, അതുപോലെ നടുമടക്കി വരുമ്പോൾ സെൻറ്റർ പോർഷൻ, അത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ലൂസ് അലക്കിയ ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഉണങ്ങി വരുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ ചുരുങ്ങിയേക്കാം. അതിനുള്ള അളവും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. അതും ചെസ്റ്റിന് നല്ലൊരു ഭാഗം വരേക്ക് കർവ് ചെയ്ത് വരയ്ക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും കൂടി ചെയ്യാനില്ല. അപ്പോൾ മനസ്സിലായോ? വളരെ സിമ്പിളായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ചുരുങ്ങി പോകുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിലും ഇതുപോലെ 1/2 ഇഞ്ചസ് കൂട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യണം. ഇതേപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ സൈഡ് വെച്ച് നോക്കിയില്ല, ഇതുപോലെ നമ്മൾ ചെരിച്ചുള്ള അളവും നമ്മൾ എടുത്ത് നോക്കിയാൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം അതുപോലെ സ്ലീവ് തയ്ക്കുമ്പോഴും ടോപ്പ്, അതായത് ബോഡി പാർട്ടും അതുപോലെ സ്ലീവും തമ്മിൽ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അളവ് കറക്റ്റായിട്ട് എടുക്കുന്നത്. ഈ അളവ് എടുത്ത ശേഷം നമ്മൾ സ്ലീവ് വരച്ച ശേഷം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് തന്നെയുണ്ടോ എന്ന്. അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ബോഡി പാർട്സും സ്ലീവും ഈക്വലായിട്ട് വരും. അതായത് സ്ലീവ് വലിച്ചു പിടിച്ചൊന്നും തയ്ക്കരുത്. അങ്ങനെയാകുമ്പോൾ ഈക്വലായി വരും. അതിന് ശേഷം നമ്മളിതിപ്പോൾ ഇങ്ങനെ പാറ്റേൺ വരച്ചാലും നമ്മളിപ്പോൾ എടുത്തതുപോലെയുള്ള ആ ഒരളവ് ഒന്ന് നോക്കി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുണ്ടോ, ആ ഒരു ചെരിഞ്ഞ അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ബോഡി പാർട്സും സ്ലീവും ഈക്വലായിട്ട് വരും. അല്ല എങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. കയറി ഇറങ്ങി നിൽക്കും. ബോഡി പാർട്സിനേക്കാളും കുറവാണ് സ്ലീവെങ്കിൽ ആ വ്യക്തിക്ക് അത് കുറവായിട്ട് വരും. നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ ഒരു അപാകത വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇപ്പോൾ എടുത്തുള്ള 2 അളവും ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യാൻ പോകുന്നത് പിൻടക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിന് പറ്റുന്ന ഒരു മാച്ചുള്ള ഒരു കഷ്ണം തുണിയെടുത്തു. അതിനുള്ള അളവ് എന്ന് പറയുമ്പോൾ 1 മീറ്ററോളം തുണിയുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഒരു ഇറക്കം നോക്കുമ്പോൾ 1 മീറ്റർ തുണിയുണ്ട്. അത് നോക്കുമ്പോൾ പിന്നെ മാത്രമല്ല അതിൽ ഇറക്കം ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ 13 ഇഞ്ച് ഇറക്കം മതി. ഒരു ഇടത്തരം സൈസുള്ള വണ്ണുള്ളവർക്കും മീഡിയം സൈസ് വണ്ണുള്ളവർക്കൊക്കെ 14 ഇഞ്ച് ഇറക്കം മതി. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഒരു 15 ഇഞ്ച് ഇറക്കെടുക്കണം കേട്ടോ. ആ തുണിയിൽ അത്രയ്ക്കും കിട്ടണം. പിന്നെ 1 മീറ്ററോളം നമുക്ക് നീളം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കുള്ള ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തൊരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ,
അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത്ര സാധാരണ രീതിയിൽ നമുക്ക് നെക്കിൽ പിൻടക്ക് വെക്കുമ്പോൾ വളരെ കുറച്ച് തുണി മതിയാവും. ഒരു 21 ഇഞ്ചസൊക്കെ ഉണ്ടെങ്കിൽ നെക്കിന് മാത്രമായിട്ട് നമുക്ക് പിൻടക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നറിൽ നിന്ന് ഔട്ടറിലേക്ക് വരുന്ന രീതിയിൽ പിൻടക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ക്യാൻവാസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാവുന്നതാണ്. 1 ഇഞ്ച് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ഈക്വലായിട്ട് നമ്മൾ പിൻടക്കിന് വേണ്ടി വരച്ചെടുക്കുന്നത്. അതിൽ വ്യത്യാസം വരാൻ പാടില്ല, കുറയാനും കൂടാനും പാടില്ല, ഈക്വലായിട്ട് വേണം. അത് നമ്മൾ ഒരു നൂലിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഒരു നൂലെന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ചിൻ്റെയും പകുതിയാണ് അളവെടുക്കുന്നത്. ഓക്കെ, ആ ഒരു അളവാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരേ ഇഞ്ചസ് വെച്ചിട്ട് തന്നെ എടുക്കണം. മാത്രമല്ല നമ്മളിത് യോക്ക് പോർഷൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമോ, കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഫുൾ ചെയ്യുന്ന രീതിക്കാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പീസ് കറക്റ്റ് നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ടക്ക് എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫുള്ളായിട്ട് യോക്ക് പോർഷൻ മൊത്തമായിട്ട് നമ്മൾ പിൻടക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത്രയും കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് കുറച്ച് ചെറിയ രീതിയിൽ നെക്ക് ഡിസൈനിൽ പിൻടക്ക് വെക്കുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.